വെയിറ്റ് ചെയ്തോളൂ കേട്ടോ, വിളിച്ചോളൂ. അയ്യോ, ഇവളെന്താ ഇവിടെ? എടി അയ്യോ, നിനക്കെന്നെ മനസ്സിലായോ? ആ, ഡോണയല്ലേ? അതെ. ആ, വാ, നീ ഇരിക്കേ. എത്ര നാളായി നിന്നെ കണ്ടിട്ട്? നീ ഇപ്പോഴും ഇവിടെ തന്നെയാണോ വർക്ക് ചെയ്യുന്നേ? ഓ അതേടി, ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാ വർക്ക് ചെയ്യുന്നേ. നീ ക്ഷീണിച്ചു പോയല്ലോടി. ഓ, എന്നാ ചെയ്യാനാ? ആ, അതൊക്കെ ഇവിടെ നിൽക്കട്ടെ. നീ ഇപ്പൊ എന്നാ ചെയ്യുന്നേ? നീ എന്താ ഇപ്പൊ പരിപാടി? ഞാനിപ്പോ ഓസ്ട്രേലിയയില് ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാടി. ഞാനിപ്പോ 1 മാസത്തെ ലീവിന് വന്നതാ. ആണോ? അപ്പൊ എത്ര ദിവസമായി നീ ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് ഒരാഴ്ച ആയല്ലോടി. ഭയങ്കര ബിസിയാ, ഒന്നും ചെയ്യാൻ സമയം കിട്ടണല്ലോ. ഓ, ബിസി ആണെങ്കിലും നിന്റെ മേക്കപ്പിന് കുറവൊന്നുമില്ല. എന്നാ പുട്ടി ഇട്ടേക്കുന്നേ? അല്ല, നിനക്ക് എന്നാ പറ്റി? അപ്പൊ ഒരു ഫുൾ ബോഡി ചെക്കപ്പിന് വന്നാടി. എന്തായാലും നാട്ടിൽ വന്നല്ലേ. ആ, നല്ല കാര്യം. നിനക്ക് പ്രായമൊക്കെ ആയി വരുമല്ലേ? നമ്മൾ ഒരേ പ്രായക്കാരാ, അത് നീ മറക്കണ്ട. അതിരിക്കട്ടെ, നിന്നെ കെട്ടിയോൻ എന്ത് ചെയ്യുവാ? ഓ, ഞാൻ കല്യാണം ഒന്നും കഴിച്ചില്ലടി. പുറത്ത് പോയിട്ട് സെറ്റിൽ ആയിട്ട് കല്യാണം കഴിക്കാലോ എന്നാ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓ, എന്നെ പോലെ ഓസ്ട്രേലിയ ആയിരിക്കും അല്ലേ? അതേടി, ഞാനും ഓസ്ട്രേലിയ തന്നെ നോക്കാൻ വേണ്ടിയിരുന്നേ. പക്ഷെ ഞാനൊരു GNM nurse അല്ലേ, എനിക്കാണ് അതിന്റെ പ്രോസസ്സും അറിയത്തില്ലെന്നേ. നീ ഓസ്ട്രേലിയന്നല്ലേ പറഞ്ഞേ? എന്റെ അനു, നിനക്ക് ഭാഗ്യമുണ്ട്. ഞാൻ ക്യാപ്സ് പഠിച്ച ഫാർമ ഇന്റർനാഷണലില് അവർ പുതിയതായിട്ട് നഴ്സിംഗ് കോഴ്സ് തുടങ്ങി. ആണോ? പക്ഷെ ഞാൻ GNM അല്ലേ പഠിച്ചത്. ആ GNM കാർക്ക് ഒരു സ്പെഷ്യൽ കോഴ്സ് ചെയ്താൽ മതി. മാത്രമല്ല അവരുടെ കോച്ചിങ്ങും അടിപൊളിയാണ്. എല്ലാ പ്രോസസ്സും അവർ ചെയ്തു തരും. എടി, ഇതാ പോസ്റ്റ്, ഞാൻ നിനക്ക് ഷെയർ ചെയ്യാം. നീ ഫ്രീ ആയിരിക്കും, ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്. ഡോണെ, താങ്ക് യു സോ മച്ച്. നീ എന്തായാലും ഇനി വെയിറ്റ് ചെയ്യേ, ഡോക്ടർ വരുന്നേ ഉള്ളൂ. ഞാൻ അപ്പം നിന്നെ വിളിക്കാം. തള്ളാണെങ്കിലും എനിക്ക് ഇവളെ കൊണ്ട് ഇപ്പോഴൊരു ഉപകാരം ഉണ്ടായത്. എന്തായാലും അവൾ തന്ന നമ്പറല്ലേ, വിളിച്ചു നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഫാർമ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഹലോ മാം, ഞാൻ ഓസ്ട്രേലിയയിലെ രജിസ്റ്റേർഡ് നഴ്സ് ആവുന്നതിനെ കുറിച്ചൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ വിളിച്ചത്. അതൊന്ന് എനിക്ക് പറഞ്ഞു തരാമോ? ആ, തീർച്ചയായിട്ടും പറഞ്ഞു തരാമല്ലോ. ഓക്കെ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ എങ്ങനെയാണ്? നഴ്സുമാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടോ? രജിസ്റ്റേർഡ് നഴ്സുമാർക്ക് PR കൂടി ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോഴുണ്ട്. അതിനുവേണ്ടിയുള്ള A to Z പ്രോസസ്സിംഗ്, ഇറ്റ്സ് ഗൈഡൻസ് ആൻഡ് അസിസ്റ്റൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ മാം, ഞാനൊരു GNM നേഴ്സാണ്. അപ്പം എനിക്കിതിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? മാം, അതൊരു പ്രോബ്ലമേ അല്ല. GNM ആണെങ്കിലും BSc ആണെങ്കിലും ഫസ്റ്റ് സ്റ്റെപ്പ് ഡോക്യുമെൻ്റ് അസസ്മെൻ്റ് ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് NCLEX-RN. NCLEX-RNന് മിനിമം വേണ്ട AQF ലെവൽ, അതായത് ഓസ്ട്രേലിയൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് ലെവൽ എന്ന് പറയുന്നത് 7 ആണ്. മാം, GNM ആയതുകൊണ്ടും പോസ്റ്റ് ബേസിക് ചെയ്യാത്തതുകൊണ്ടും നമുക്ക് ഒരു GCAN കോഴ്സ് പാസ്സാകുന്നതിലൂടെ AQF ലെവൽ 8 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. GCAN കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഇൻ അഡ്വാൻസ് നഴ്സിംഗ്. ഈ കോഴ്സ് നമുക്ക് 6 മന്തിലൂടെ ഓൺലൈനായിട്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ ഉണ്ട്. പോസ്റ്റ് ബേസിക് നഴ്സിംഗ് 2 ഇയേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് GCAN കോഴ്സാണ്. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ NCLEX-RNൻ്റെ കോച്ചിങ് കൊടുക്കുന്നുണ്ടോ? ഷുവർ മാം, NCLEX-RNൻ്റെ കോച്ചിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് 2 എക്സാമുകളാണുള്ളത്. ഫസ്റ്റ് NCLEX-RN, സെക്കൻഡ് OSCE എക്സാം. NCLEX-RN നമുക്ക് ഇവിടെ നിന്ന് തന്നെ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. OSCE എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ ഓസ്ട്രേലിയയിൽ പോയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ OSCE എക്സാം എഴുതാൻ നമ്മളിപ്പോൾ ഓസ്ട്രേലിയ പോകണോ? പക്ഷേ മാം, എനിക്കവിടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെ എക്സാം എഴുതും? മാം, അതിനുവേണ്ടി ഒട്ടും വറിയിടാകേണ്ട ആവശ്യമില്ല. OSCE എക്സാമിനേഷന് വിസ എടുക്കുന്നത് മുതൽ ഓസ്ട്രേലിയയിൽ ചെന്ന് എക്സാം കണ്ടക്ട് ചെയ്ത് തിരിച്ചു വരുന്നത് വരെയുള്ള ഫുൾ അസിസ്റ്റൻസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. OSCE എക്സാമിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് AFRA രജിസ്ട്രേഷനാണ്. ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസിയുടെ രജിസ്ട്രേഷൻ എടുക്കുക. അതിനു മുമ്പായിട്ട് OET, PTE പോലെയുള്ള ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ മാം, അപ്പോൾ ഈ AFRA രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്? AFRA രജിസ്ട്രേഷൻ കഴിഞ്ഞാലാണ് നമ്മൾ വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് 2 തരത്തിലുള്ള വിസകളാണുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ സ്കിൽഡ് നോമിനേറ്റഡ് വിസ എന്ന് പറയും. 190, 491 പോലെയുള്ള വിസകളാണ് സ്കിൽ നോമിനേറ്റഡ് വിസകൾ. ഈ വിസകൾക്ക് വേണ്ടി നമ്മൾ EOA സബ്മിറ്റ് ചെയ്യും. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പോയിൻറ്റ്സ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് EOA നമ്മൾ സബ്മിറ്റ് ചെയ്യും. അതിനുശേഷം നമുക്ക് അവർ ഇൻവിറ്റേഷൻ തരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻവിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് PR കൂടി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ EOA സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഇൻവിറ്റേഷൻ കിട്ടണം എന്ന് 100% ഷ്യൂരിറ്റി ഇല്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകും, അതായത് എംപ്ലോയർ സ്പോൺസർഷിപ്പ് വിസകൾ.
186, 482 പോലെയുള്ള വിസകൾ വഴി നമ്മൾ പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ പ്രോസസ്സൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഫാർമയുടെ തന്നെ ഒരു സിസ്റ്റർ കൺസേൺ ഓസ്ട്രേലിയയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഓക്കെ മാം, ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു UK നിന്നും അയർലൻഡിൽ നിന്നൊക്കെ നമുക്ക് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഈസി ആയിട്ട്. അപ്പം ഞാൻ GNM ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും എന്നാണ് അവൻ പറഞ്ഞത്. അതിനെപ്പറ്റി എന്തെങ്കിലും മാമിന് അറിയാമോ? ശരിയാണ്, മാം പറഞ്ഞത് ശരിയാണ്. UK യിലും അയർലൻഡിലും രജിസ്റ്റേർഡ് നഴ്സായിട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ എടുക്കുകയും പിന്നീട് ആ രജിസ്ട്രേഷനെ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷനായിട്ട് കൺവേർട്ട് ചെയ്ത ശേഷം ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത് കുറച്ച് ഈസി ആയിരുന്നു. എന്നാൽ 2024 ജൂലൈയോടെ ഇതിന് മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു പോസിബിലിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ ഈ പാത്വേയിലൂടെ മാത്രമേ ഇപ്പോൾ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ മാമിന് കിട്ടിക്കാണുമല്ലോ. എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ കോട്ടയത്ത് അതിരമ്പുഴയിൽ ഫാർമയുടെ ഓഫീസിൽ നേരിട്ട് വന്ന് സംസാരിക്കാവുന്നതാണ്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച് ഇത്രയും ഇൻഫർമേഷൻസ് തന്നതിന്. ഞാൻ എന്തായാലും വീട്ടിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് അവരുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ മാമിനെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഫോർ ഹോൾഡിങ്. ഹാവ് എ നൈസ് ഡേ.